പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. അനിൽ, ഇന്നലെ UDFന്റെ പ്രചരണ യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ അങ്ങേക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു പരാമർശം, അങ്ങ് കോൺഗ്രസിനെ വഞ്ചിച്ച് BJPയിൽ ചേർന്നു, BJPയെയും അനിൽ ആന്റണി വഞ്ചിക്കും എന്നുള്ളതാണ്. വഞ്ചിക്കുമോ? എന്തായി പറയുന്നത്? താങ്കൾ സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. അതായത് കുര്യൻ സാറിനെയൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുടുംബം പോലെ തന്നെയാണ് ഇദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നതല്ല. കാര്യം കോൺഗ്രസ് പാർട്ടി ഞാൻ വിട്ട സാഹചര്യം എന്താണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. BBC ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്ത് ശ്രീ നരേന്ദ്രമോദിജിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ഇറക്കി. പക്ഷേ അത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരത്തെയും തന്നെയാണ് ചോദ്യം ചെയ്തത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പല കാരണങ്ങളാലും ഞാൻ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് ഇന്ത്യയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. കാര്യം ഇന്ന് അടുത്ത 25 വർഷത്തേക്ക് ഒരു ലോങ് ടേം വിഷനുണ്ട്. ഇന്നത്തെ ഇന്ത്യ ഇന്ന് തന്നെ വളരെ ശക്തമായ ഇന്ത്യയാണ്. ആ ഇന്ത്യയെ അടുത്ത 25 വർഷത്തിൽ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റി. ഇതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ BBC ഡോക്യുമെൻ്ററിയുടെ സമയത്ത് തന്നെ രാജ്യവിരുദ്ധമായ ഒരു നയമാണ് എടുത്തത്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് അവരുടെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ നടന്ന് ഇന്ത്യയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് 5 ആഴ്ചയേ ഉള്ളൂ. ഞാൻ വന്ന ആദ്യത്തെ ആഴ്ചയാണ് ഈ സംഭവം, രണ്ടാമത്തെ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി 15 വർഷം MP ആയിരുന്ന വ്യക്തിയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റികളിലൊക്കെ മെമ്പറായിട്ടുള്ള ആളാണ്. ഇവിടെ നാഷണൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള പല ബില്ലുകൾക്കും വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇവിടെ ചില തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം എന്താണ് ചെയ്തത്? അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു. അതിനോടൊപ്പം തന്നെ ഇപ്പം ഇവിടെ ഒരുപാട് നാളായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദമാണ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദമാണ്. അങ്ങനെയുള്ള പാകിസ്ഥാന്റെ ഒരു തീവ്രവാദ ശ്രമത്തെ വെള്ളപൂശാൻ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പോൾ ശ്രീ ആന്റോ ആന്റണി ചെറിയ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിക്കുകയും പാകിസ്ഥാനെ വെള്ളപൂശാൻ, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ വെള്ളപൂശാനും ഇന്ത്യയെ ചതിക്കാനും ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ഇന്ത്യയെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വരുന്ന ഓരോരുത്തരും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയം ഒട്ടും ശരിയല്ല. അവർ ഇന്ന് അവരുടെ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി അവർ രാജ്യത്തെ ചതിക്കും. അവർ രാജ്യവിരുദ്ധമായ എന്തും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ചെറിയ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഒരു രാജ്യവിരുദ്ധ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ നരേന്ദ്രമോദിജിയും അടുത്ത 25 വർഷം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, ഒരു കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നു. ഇത് കാരണമാണ് പിന്നെയും ഇന്ത്യൻ ജനത ഇവരെ തിരസ്കരിക്കുന്നത്. 2014 ഇവർ വളരെ ദയനീയമായിട്ട് തോറ്റു. 2019 അതിലും ദയനീയമായിട്ട് തോറ്റു. 2024 ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഒരു വളരെ 1000% ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്, ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 370-ലധികം സീറ്റുകൾ ലഭിക്കും. NDAക്ക് 400-ലധികം സീറ്റുകൾ ലഭിക്കും. ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ദുരന്ത ഒരു റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്നിട്ടും പഠിക്കുന്നില്ല. അവർ ഇന്നും രാജ്യവിരുദ്ധത ചെയ്യുന്നു. ഒരു കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യയെ ചതിക്കാൻ ശ്രമിച്ച ഒരു MPക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വന്നിട്ടാണ് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകകൾ ഒഴിവാക്കിയെന്ന് അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണം നടത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകകളാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ BJP ഒരു പ്രചരണായുധമാക്കിയിരുന്നു. ആ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരണം? രാഹുൽ ഗാന്ധി വയനാട് വന്ന് നിൽക്കുന്നത് തന്നെ എന്തിനാണ്? അദ്ദേഹത്തിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി അമേഠി 2004 കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 4-5 ലക്ഷമായിരുന്നു. 19 വർഷമായിട്ട് അവരുടെ കുടുംബത്തിൻ്റെ കയ്യിരുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസി പോയത്. അതായത് കഴിഞ്ഞ 15 വർഷം അവിടെ ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ ആന്റോ ആന്റണിയുടെ വേറൊരു നാഷണൽ വെർഷനായിരുന്നു ഈ രാഹുൽ ഗാന്ധി. അവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവസാനം ജനങ്ങൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു. കഴിഞ്ഞ തവണ വളരെ ദയനീയമായിട്ട് സ്മൃതി ഇറാനിജിയുടെ അടുത്ത് തോറ്റു. ഇപ്പോൾ വയനാട് വന്നു. വയനാടും കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തിയൊന്നുമില്ല. ഇന്ന്
അവരുടെ പ്രവർത്തകർ, ഞാൻ വയനാട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള വ്യക്തിയാണ്, അവിടെ മുസ്ലിം ലീഗിൻ്റെ സഹായമില്ലാതെ ജയിക്കാൻ പറ്റുന്നില്ലെന്ന് അറിയാം. അത് കാരണം അവരുടെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇന്ന് കോൺഗ്രസ് പാർട്ടി ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ആകെപ്പാടെയുള്ള നയങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധത ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തിനെതിരെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇപ്പോൾ അയോധ്യയിൽ തന്നെ ജാനുവരിയിൽ പ്രാണപ്രതിഷ്ഠ 500 വർഷത്തിലധികമായി ഹൈന്ദവ സമൂഹം അതിനുവേണ്ടി വലിയൊരു സ്ട്രഗിൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ചരിത്രം നോക്കുകയാണെങ്കിൽ 1980കളിൽ രാജീവ് ഗാന്ധി തന്നെയാണ് അതിൻ്റെ ഡോറൊക്കെ തുറന്നത്. എന്നിട്ട് ഇന്ന് ഒരു കോൺഗ്രസ്സുകാരൻ പോലും ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാൻ തയ്യാറായില്ല. അതൊക്കെ ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇതിന് തന്നെ വളരെ വ്യക്തമാണ്. അതുപോലെ സി എ ഇന്ത്യയിലുള്ള ഒരു ഇന്ത്യൻ സിറ്റിസനും സി എ ബാധകമല്ല. അത് നമ്മുടെ അയൽ രാജ്യത്തുള്ള മൈനോറിറ്റീസിന് മാത്രമാണ്, പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ്. ഒരു ഇന്ത്യക്കാരനും സി എ ബാധകമല്ല. പക്ഷെ വെറുതെ ഏതൊക്കെയോ ന്യൂനപക്ഷങ്ങൾ, അതും എല്ലാ ന്യൂനപക്ഷങ്ങളും ഇങ്ങനെയൊന്നും അല്ല. ഇപ്പം മുസ്ലിം സമുദായത്തിലുള്ളവരും ദേശീയവാദികളായവരും വളരെ ഭൂരിഭാഗം പേരും ഇവരുടെ ചിന്താഗതിക്കാരല്ല. ഇത് തീവ്ര മനോഭാവമുള്ള ചിലവരെ മാത്രം പ്രീണിപ്പെടുത്താൻ സി എക്ക് വേണ്ടി ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നു. പക്ഷേ സി എ എന്താണ്? സി എ ആകപ്പാടെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിനുള്ള ഒരു ഇന്ത്യക്കാരനും ബാധിക്കാത്തൊരു നിയമം. അതുപോലെ ആർട്ടിക്കിൾ 370യുടെ അനുച്ഛേദനത്തിന് ശേഷം ഒരുപാട് ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ മാറി. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും പിന്നെയും ഈ തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി ഇന്നലെ പറഞ്ഞതുപോലെ 1940കളിലൊക്കെ ഉണ്ടായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആ മുസ്ലിം ലീഗിൻ്റെ അതേ മനോഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ന് രാജ്യത്തിനൊരു സുരക്ഷാ ഭീഷണിയാണ്. ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് ഈ പാർട്ടി ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് നിലനിൽക്കുന്നത് ഇന്ന് രാജ്യത്തിന് തന്നെ ഒരു സുരക്ഷാ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ ജനതയ്ക്ക് വളരെ വ്യക്തമായി അറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കേരളത്തിലെ മുസ്ലിം ലീഗ് തീവ്ര മനോഭാവമുള്ള പാർട്ടിയാണെന്ന് അങ്ങ് കരുതുന്നുണ്ട്? കേരളത്തിൽ തീവ്ര മനോഭാവമുള്ള ഒരുപാട് പേർ വരുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ അതൊരു ജനാധിപത്യപരമായ പക്ഷേ ചില വർഗീയ ചുവയുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് തീവ്ര മനോഭാവമുള്ള PFI, SDPI, അതുപോലെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടനയിലെ ഒരു വ്യക്തി, ഒരു മിഷേൽ, അദ്ദേഹം ഇവിടെ ഏതോ ഒരു സംഘടനയെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യായിട്ട് വെർച്വലി വന്ന് അഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതൊക്കെ വളരെ ഇവിടെ ഇത് വെറും ഒരു ജനാധിപത്യ സംഘടനയല്ല. ഇതൊക്കെ തീവ്ര മനോഭാവമുള്ള വളരെ സമൂഹത്തിന് തന്നെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണിത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ നയങ്ങൾ വരി ചെയ്യുന്നത്. അത് രാജ്യത്തിനൊരു സുരക്ഷാ ഭീഷണിയാണ്. മുസ്ലിം ലീഗ് ഡേഞ്ചറസ് പാർട്ടി എന്നൊരു പരാമർശത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ, ഞാൻ കേരള രാഷ്ട്രീയം എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അവരുടെ രാഷ്ട്രീയം ഇന്ന് അവരൊരു സമുദായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതൊരു മതേതര പാർട്ടി എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അവർ ജനാധിപത്യപരമായി ഒരു മതേതരമല്ലാത്തൊരു പാർട്ടിയാണ്. പക്ഷേ തീവ്രവാദ പാർട്ടി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ പറഞ്ഞ മറ്റ് പാർട്ടികൾ SDPI, PFI ഇവരൊക്കെ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇന്ന് SDPI പിന്തുണയും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് അതിനും അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. PFIയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും സമൂഹത്തിന് നല്ല കാര്യങ്ങളല്ല. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയപ്രതീക്ഷയിലാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മറ്റ് 2 മുന്നണികളെയും പരാജയപ്പെടുത്തി NDA വിജയിക്കും എന്നാണ് അനിൽ ആന്റണി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.